ഹലോ ഗൈസ്, ഇപ്പം നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2K പിള്ളേർ ഇപ്പം വാർത്തകളൊക്കെ കാണാം. നമുക്ക് കഞ്ചാവും മറ്റേ മയക്കുമരുന്ന് സബ്സ്റ്റൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഭയങ്കര വയലൻസും സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു സംസാരം, അതിനെക്കുറിച്ചുള്ളൊരു അവലോകനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം തുടങ്ങാം. അപ്പം എന്താണ് ഈ 2K പിള്ളേരുടെ ഈ വയലൻസിന് കാരണം? വയലൻസിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആണ് ഞാൻ പറയുന്നത്. കുട്ടികൾ ഇന്ന് പൊതുവിൽ തന്നെ ഓരോ വീട്ടിലും 1-2 കുട്ടികളെ ഉള്ളൂ. ഈ കുട്ടികളെ കൊച്ചിലെ തന്നെ മാതാപിതാക്കൾ വളരെ പൊതിഞ്ഞുള്ള രീതി എന്ന് പറഞ്ഞാൽ അവരെ പുറത്ത് വിടാതെയും മറ്റു കുട്ടികളുമായിട്ടൊന്നും കളിക്കാൻ വിടാതെയൊക്കെ അടിച്ചൊതുക്കി എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ പഴയ രീതികളാണ്. അമ്മമാർ ചേർത്ത് മെൻ്റലി കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ടുപോയാണ്. ഈ കുട്ടികൾ ഏകദേശം ഒരു 4-5 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടാവുകയാണ്. കാരണം അപ്പോൾ അച്ഛൻ്റെ അമ്മയിൽ നിന്നും കുട്ടികൾ കുറച്ച് അകൽന്ന് മാറുന്നു. ആ സമയത്ത് അവർക്ക് കുറച്ച് ഫ്രീഡം കിട്ടുന്നു. എന്നാൽ അച്ഛനും അമ്മയും ഈ കുട്ടിയെ മാറി വരുന്നു. എന്നിട്ട് ഈ അച്ഛനും അമ്മയും ഈ കുട്ടിയെ പിന്നീട് ഈ 5ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാതെയാവുന്നു. കാരണം അവർക്ക് 2 പേർക്കും ജോലിയുണ്ട്, അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും. അപ്പോൾ അവർ 2 പേർക്കും ഇത് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ ആവുന്നു. ആ സ്കൂളിൽ നിന്ന് വരുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവരെ ട്യൂഷൻ അയക്കുന്നു, അങ്ങനെയുള്ളൂ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു കുട്ടികൾ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അത് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു ബേസിക്കലായിട്ട് ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ്. പിന്നെ വേറെ ഈ പിയർ പ്രഷർ തന്നെയാണ് ഈ വയലൻസിൻ്റെ കാരണം. പിന്നെ വേറെ ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി നടത്തിയ സ്റ്റഡീസിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വയലൻസ് ഉള്ള മൂവീസും പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കാരണം ഇങ്ങനെ കൂടുതൽ ഈ വയലൻസ് ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ? മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളെ അടിച്ചോ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഉപദേശിക്കാനോ കഴിയാത്തൊരവസ്ഥയായി. കുട്ടികളൊന്ന് പറഞ്ഞ് 2ന് വയലൻ്റ് ആവുകയാണ്. അതൊക്കെ അടിക്കുക എന്ന് പറയുന്നത് അതൊരു ഔട്ട് ഓഫ് കണ്ടസ്റ്റ് ആണ്. അല്ലല്ല, നമ്മുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനെയൊക്കെ നമുക്ക് ഭയമാണ്. ആ ഭയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഒരു സിഗരറ്റ് വലിക്കുന്നത് തന്നെ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചു നിന്നിട്ടൊക്കെയാണ് വലിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ റോഡ് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണത്. റോഡേ മാത്രമല്ല, ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മൊത്തം ഇട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് ഏത് കുപ്പി എടുത്തു എന്നതാണ്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ സത്യം. കാരണം ഇന്ന് മദ്യപിക്കുന്നതും കള്ള് ഷാപ്പിൽ കയറി പെൺകുട്ടികൾ മദ്യപിക്കുന്നതും ഒക്കെ കള്ളു കുടിക്കുന്നതും ഒക്കെ അവർക്കൊരു ഭയങ്കര എന്തോ ഒരു ഇമേജ് പോലെയാണ് അത് അവർ ക്രിയേറ്റ് സ്റ്റാറ്റസ് പോലെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ ഹൈ എൻഡ് ഈ മദ്യത്തിന്റെ ബ്രാൻഡുകൾ, ഇപ്പോൾ JD പോലുള്ള എല്ലാം വാങ്ങിച്ചിട്ട് അവർ സ്റ്റാറ്റസ് ഇട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. പിന്നെ രണ്ടാമത് സ്കൂളിൽ സാറന്മാരെ, അധ്യാപകരെ കുട്ടികൾക്ക് തീരെ ഭയമില്ലാതായി. അധ്യാപകർക്ക് ഒന്നും പറയാൻ പറ്റാതായി. കാരണം എന്തെങ്കിലും പറഞ്ഞ് കുട്ടികൾ വീട്ടിൽ ചെന്ന് പറഞ്ഞ് വീട്ടുകാരെങ്കിലും വന്ന് സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലിയും പോകുന്ന അവസ്ഥയിലാണ്. ഒരടിയാറ്റോ കൊടുത്താൽ കഴിഞ്ഞു. പിന്നെ ആകെ പ്രശ്നം അവൻ്റെ കാര്യം കോടതിയിലായി. ഇത്തരം വിഷയങ്ങൾ കുട്ടികളെ ഭയം എന്ന് പറയുന്നത് തീരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച്. പിന്നെ മൊബൈലിൻ്റെ ഉപയോഗം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിലെ മുതൽ തന്നെ അവർക്ക് മൊബൈൽ കൊടുക്കുകയാണ്. കാരണം കുട്ടികൾ വാശി പിടിക്കുമ്പോഴും കരയുമ്പോഴും ഒക്കെ മൊബൈൽ കൊടുത്ത് അവരവരുടെ ഇരുത്തിയിട്ട് നമ്മൾ കാക്കയും പുലിയും മറ്റേ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ആഹാരം കൊടുത്തിരുന്ന സമയത്ത് ഇന്ന് മൊബൈൽ ഇതാ കണ്ടോളൂ. കൊക്കോമലൻ കണ്ടാണ് ഇപ്പൊ എല്ലാരും ആഹാരം കൊടുക്കുന്നത്. അവരുടെ ജോലി പോയി. കാരണം ഇതെടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചുമിണ്ടാതിരുന്നോളും. അത് തന്നെയാണ് സത്യം. അപ്പൊ അതിൽ കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ് എന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ മൊബൈലുകളിൽ അറിയാമല്ലോ, പേരന്റൽ കൺട്രോള് നമ്മൾ സിസ്റ്റംസ് എല്ലാം അപ്ലോഡ് ചെയ്താലും അവർക്ക് അതൊക്കെ മറികടന്ന് പോവാനുള്ള അത്ര ഐക്യൂലേക്ക് അവർ മാറിക്കഴിഞ്ഞു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ TV-യിലേക്ക് കാണുന്നില്ലേ, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് മൊബൈലിന്റെ എല്ലാ സിസ്റ്റങ്ങളും അറിയാം. അതെ. അച്ഛനും അമ്മയ്ക്കും ഒരു ലോക്ക് ഇട്ട് വയ്ക്കാൻ പോലും പറ്റില്ല, അത് കയറി തുറക്കും. അത്ര കണ്ട് കുട്ടികൾ ഫോർവേഡ് അഡ്വാൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ വർഷം മാറുന്നത് നമ്മളുടെ ഈ ഹ്യൂമൻ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയൊക്കെ മുകളിലോട്ടാണ് പോകുന്നത്.
അതാണ് നമ്മളുടെ ഒരു ഇതുമില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനെ കവച്ച് രീതിയിൽ അവർ പെർഫോം ചെയ്യും. കുട്ടികൾ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോട്ട് കയറി കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാമുകൾ വന്നുകൊണ്ടിരിക്കും. കൂടുതൽ കുട്ടിയുടെ മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അൽഗോരിതം അത് തന്നെ സെറ്റ് ചെയ്തിട്ട് അവർ കുട്ടികൾക്ക് ആവശ്യമുള്ളത് വീണ്ടും കൊടുക്കുകയാണ്. ഇന്നൊരു മൊബൈലില്ലാത്ത ഒരു കുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. അതെ, മൊബൈലില്ലാത്തൊരു മനുഷ്യനില്ല. അതൊരു മനുഷ്യൻ്റെ ഒരു അവയവമായിട്ട് മാറിക്കഴിഞ്ഞു. ആഹാരമില്ലാതെ കുട്ടികൾ കേൾക്കും. വൈകുന്നേരം വന്ന് അമ്മ ആഹാരം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ മൊബൈൽ കൈ കൊടുത്താൽ മതി, സന്തോഷമായി, ആഹാരം വേണ്ട, മൊബൈലും വൈഫൈയും. തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ 2K കുട്ടികൾ 2K കുട്ടികൾ ഇങ്ങനെ ആവുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട്. മെയിൻലി ബിക്കോസ് ഓഫ് പിയർ പ്രഷർ തന്നെയാണ് ഇതിൻ്റെ കാരണം ഈ കൂട്ടുകാർ എന്ത് ചിന്തിക്കും എന്ന രീതിയിൽ കുറേ ആൾക്കാർ വയലന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനും കൂടെ എന്താ ചെയ്താലെന്നൊരു അവസ്ഥയും വരുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, നീ എന്തിനാണ് ഇവൻ്റെ നോക്കിയിരിക്കുന്നത്? അവർ പ്രസ്റ്റേജിൻ്റെ പ്രശ്നമാണ്. ഒരുത്തം മാത്രം മാറി ഏതെങ്കിലും ഒരു പയ്യന് ഒരു നല്ലതായി കഴിഞ്ഞാൽ ഉടനെ അവനെ വൈബ് അടിച്ച് അവനെ അങ്ങനെ അവൻ്റെ മൂലയിൽ ഒതുക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരും ഞാനും കൂടെ ഉണ്ട്, ഞാനും 2 പുകയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ എത്തിപ്പോരം അടിക്കാം, അല്ലെങ്കിൽ ഞാൻ എത്തിപ്പോരം പൊടി വയ്ക്കാം എന്നൊക്കെയുള്ള ധാരണയിലേക്ക് വരികയാണ്. അതിൻ്റെ മെയിൻ പ്രശ്നം ഈ ഒറ്റപ്പെടൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഞാൻ എടുത്താൽ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരും വെള്ളമടിയില്ല, പുകവലിയില്ല, ഒന്നും സംഭവമില്ല. അപ്പം നമ്മൾ കാണുന്നത് ചുരുക്കമാണ്. നമ്മൾ ആരും കാണാറില്ല, മീറ്റ് ചെയ്യാറില്ല, ഒരിടത്തും പോകാറില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് ചിലവരെ അറിയാം. അവർ ഈ ഫുള്ള് ഈ വെള്ളമടി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഡെയിലി കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈബ് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിലോട്ട് പോകുന്നുണ്ട്. അതുപോയിട്ട് തന്നെ വീട്ടിൽ തന്നെ കുട്ടികൾ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നേരത്തേക്ക് വരുന്നെങ്കിൽ ഒരു വീട്ടിൽ 5-6 കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് അച്ഛനും അമ്മയും രണ്ട് മുറി, മക്കൾക്ക് വേണ്ടി 2 മുറി വയ്ക്കും. അപ്പോൾ കുട്ടികൾ വരിക, അവളുടെ റൂമിലേക്ക് കയറി പോകുന്നു, അവളുടെ റൂമിൽ കയറിപ്പോൾ അവനവൻ്റെ 4 പേരും 4 4 പേര് മൊബൈലുമായിട്ട് നോക്കിയിരിക്കുന്നു. മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരു റൂമിൽ തന്നെ ആഹാരം ഉണ്ടോന്ന് ചോദിക്കണ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് വിളിക്കും. 2-3 കുട്ടികളാണ് ഒരു റൂമിനകത്ത് കിടന്നിരുന്നത്. ഇന്ന് ഒരു കുട്ടിയായി. കാരണം അപ്പം അവന് ആ റൂമിനകത്തിരുന്നു കൊണ്ട് എന്ത് വേണമെങ്കിലും കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഇതൊന്നും പ്രൈവസി കൂടിപ്പോയി. ഇപ്പം ഇതൊന്നും ഇനി നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള കാര്യം പ്രയാസം തന്നെ. കൂടുക എന്നുള്ളതാണ് കാണുക, കൂടി വരിക കേരളത്തിന്റെ അവസ്ഥയല്ല പറയണ, ലോകമെമ്പാടുള്ള. ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഒരു പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അതിന്റെ പേരെന്ന് പറയുന്നത് അഡോളസൻസ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് കണ്ടു നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ഇമോജീസ് നമ്മൾ ഈ റെഡ് ഹാർട്ട് അയക്കുമ്പോഴത്തേക്ക് അത് ലവിൻ്റെ സിമ്പിളാണ്. ഇപ്പോൾ വൈറ്റ് ഹാർട്ട് അടിക്കുമ്പോഴത്തേക്ക് അത് വേറെയാണ്, നീല വേറെയാണ്, മഞ്ഞ വേറെയാണ്. അവർ ഇതിലൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥങ്ങൾ കണ്ടുപിടിക്കണം. നമുക്കറിഞ്ഞൂടാ, നമ്മളങ്ങ് അടിച്ചു വിടണല്ലേ ഇമോജി. നമ്മളെല്ലാം കയറിയാ കുത്തി വിടണം, എന്താണ് അറിഞ്ഞിട്ടല്ല ചെയ്യണത്. ഇപ്പം എനിക്ക് ഇപ്പം എൻ്റെ വയസ്സിന് താഴെയുള്ള ഇപ്പം ഒരു 2012 അല്ലെങ്കിൽ 2015 കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു, കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു എനിക്കറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. അഡോളസൻസ് എന്ന് പറയുന്ന സീരീസിൽ നമുക്ക് വ്യക്തമായിട്ട് എന്താണ് അവരുടെ ചിന്താഗതി എന്നും എന്താണ് അവരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്നും എല്ലാം വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും ആ സീരീസ് ഒന്ന് കണ്ടാലും നന്നായിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. നല്ല സീരീസാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 എപ്പിസോഡേ ഉള്ളൂ. ഈ 5 എപ്പിസോഡും 1 ഷോട്ടിൽ ഒരു സിംഗിൾ കട്ട് പോലും ഇല്ലാതെ 1 ഷോട്ടിൽ എടുത്തിരിക്കുന്ന മനോഹരമായ സീരീസാണ്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. പിന്നെ കുടുംബത്തിലെന്ന് പറയുന്നത് എല്ലാവരും അകൽച്ച ആണ് സംഭവിച്ചിരിക്കുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. ആഹാരം കഴിക്കുന്ന സമയത്ത് അമ്മ ഏതെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അച്ഛനോട് പറയും, അച്ഛനത് ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുമിച്ചുണ്ടാവും. ഇപ്പോൾ അതൊന്നുമില്ല, അതെല്ലാം മാറിയിരിക്കുന്നു. ആ സിസ്റ്റമേ മാറിയിരിക്കുന്നു. അവരവർ വരുന്നു, അവരവർ കഴിക്കുന്നു. കാരണം അച്ഛൻ വന്നാലും അച്ഛനും അത് തന്നെയാണ്. അച്ഛൻ വരിക, ആഹാരം കഴിക്കുക, അച്ഛൻ മൊബൈൽ എടുക്കുക, അച്ഛൻ ഒരേറ്റത്ത് ചെന്നിരിക്കും. അമ്മ ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ കുട്ടികളുള്ള കോരി അവിടെ ഇടുക, അവിടെ വച്ചിരിക്കുക, അവർ ചെന്ന് എടുക്കുന്ന കഴിക്കുന്ന അവരവരുടെ റൂമിൽ പോകുന്നു. ഇതൊക്കെ തന്നെയാണ് ഇതിന് പ്രധാന കാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആരിലും ഒരു നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ അപ്പം വയലൻ്റ് ആവുക. പിന്നെ അച്ഛനെ അമ്മേനെയും കൂട്ടത്തോടെ അടിച്ചു കൊല്ലുക, അച്ഛനെ അടിച്ചു കൊല്ലുക, അമ്മയെ അടിക്കുക, സഹോദരിയെ വെട്ടിക്കൊല്ലുക, ഇത്തരം പ്രശ്നങ്ങളിലേക്ക് മാറുന്നു. ഇതിന് പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരമുണ്ട്. ഗുഡ് പാരൻറ്റിങ്
അതാണ് ഒരു പരിഹാരം. അത്രേ ഉള്ളൂ. ഗുഡ് പാരന്റിങ്. അതിപ്പോ നമ്മള് ഇപ്പൊ ഒരു കുട്ടി ഗർഭസ്ഥ അവസ്ഥയിൽ വച്ച് തന്നെ അവരുടെ സൈക്കോളജിക്കലി സ്റ്റേറ്റ് ഡെവലപ്പ് ആവുകയാണ്. അപ്പം നമ്മൾ അപ്പൊ അമ്മ ചിന്തിക്കുന്നു, എന്ത് കേൾക്കുന്നു, അമ്മയുടെ അവസ്ഥ വരെ ഈ കുട്ടിക്ക് സ്വഭാവ രൂപീകരണത്തിന് അടിസ്ഥാനമാണ്. ഇതിൽ ഇപ്പൊ ഒരമ്മ ഗർഭിണിയായ സമയത്ത് അച്ഛൻ വെള്ളം അടിച്ചോണ്ട് കയറി വന്ന് അലിമ്പാണെങ്കിൽ ആ കുട്ടി എല്ലാം കേൾക്കുകയാണ്. കുട്ടിയുടെ ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ അങ്ങനെ ഡെവലപ്പ് ആവുകയാണ്. അപ്പം ഈ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്ക് ഈ ഒരു ടെൻഡൻസിയിലോട്ട് പോകും. ഈ ഒരു ഇപ്പൊ ചൊട്ടയിലെ ശീലം ചുടലം വരെ അതങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പൊ അത് തന്നെയാണ് പ്രാക്ടിക്കലി സംഭവിക്കുന്നത്. നമ്മൾ ഒരു കുട്ടീനെ ഫ്രം 0 to 100 നമുക്ക് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പാരന്റിങ്ങിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്യൂച്ചറിലോട്ട് നമ്മളിപ്പോൾ പാരൻസ് ആവാൻ പോകുന്ന ആൾക്കാർ ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ചുമ്മാ ഞാൻ എല്ലാവരും കൊച്ചു പിള്ളേരെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി ഇടുകയല്ല ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര പരിപാടിയല്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടായി രണ്ടുപേർക്ക് ജോലി കഴിയുമ്പോൾ ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ അനാഥര പോലെ വളരുകയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ വളർന്നു വരികയാണ്. വൈകുന്നേരം വരിക, കുട്ടിയെ എടുത്തുകൊണ്ട് വരിക, പിന്നെ അമ്മ ഒരു ഓട്ടമാണ് ആഹാരം ഉണ്ടാക്കാനും അതിനും ഇതിനും. അതിപ്പോൾ കപ്പിൾസ് തന്നെ തീരുമാനിക്കണം, എനിക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇത് കൺട്രോൾ ചെയ്ത് ഇവരുടെ നല്ലൊരു ഭാവിയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് സ്വയമായിട്ട് അവലോകനം നടത്തിയേ തീരൂ. അത് നടത്തിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് എല്ലാം കടക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലാതെ ചുമ്മാ കടന്നിട്ട് എന്താ പിന്നെ ദുഃഖിക്കുക തന്നെയാണ് കാരണം. വേറെ മാർഗമൊന്നുമില്ല. കുട്ടികളെ നിയന്ത്രിക്കാനുള്ളത് അച്ഛനും അമ്മയും നേരെ ചുവ ശ്രദ്ധിച്ച് അവരെ കൂടെ പിന്നെ പുറമേ നടന്ന് പ്രധാനമായിട്ടും രണ്ട് പേരൻസിനും ജോലിയുണ്ടെങ്കിൽ 100% അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെയും അനുസരിച്ചിട്ടല്ല അവർ വളരുന്നത്. അവർ വീട്ടിൽ ജോലിക്കാരുണ്ടാവും, അവരായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സ്കൂളിൽ കൊണ്ട് അല്ല കുഞ്ഞിലെ തന്നെ ചെറിയ കുട്ടിയായിരിക്കും. നമ്മുടെയൊക്കെ പ്രായത്തിലെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെന്ന് അവർ നഴ്സറിയിലോ വീട്ടിലൊന്നും കൊണ്ടാക്കില്ല. അവർക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ പ്രധാനമായിട്ട് വേറൊരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ് ഇല്ലാത്തൊരവസ്ഥയായി, അണുകുടുംബമായി. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. ഗ്രാൻഡ് പാരൻസിൻ്റെ ഇവിടെ കുട്ടികൾ കൂടുതൽ വളരേണ്ടത്. അവരാണ് കൂടുതൽ കുട്ടികളെ ഉപദേശിക്കാനും പറയാനും പറഞ്ഞ് മനസ്സിലാക്കാനും മുത്തശ്ശി കഥകളില്ല. അതൊന്നും ഇല്ലാതായതും ഇതിനൊരു കാരണമാണ്. വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, റഷ്യയിലൊക്കെ ഇനി തൊട്ട് രാത്രി ഒരു 10-10:30 കഴിഞ്ഞാൽ ഇന്റർനെറ്റ് നെറ്റ് അങ്ങ് കട്ട് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ അവരുടെ ഇപ്പൊ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ നെറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്കിലും ഇവരെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ആ പുട്ടിൻ അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്താൽ മാത്രമേ ഒരു 10 മണി കഴിയുന്ന സമയത്ത് നെറ്റ് പൂർണ്ണമായിട്ടും. എൻ്റെ അഭിപ്രായത്തില് നെറ്റ് വേണം. 10 മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം തന്നെ ഉടച്ചു മാറേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഈ ഫാമിലി ഒത്തുചേരലും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അത്രയ്ക്ക് ശിഥിലമായി പോയി. കാരണം അല്ല, ഇതിന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് ഒന്നുകിൽ ആഹാരം കഴിക്കാനെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനെങ്കിലും കുട്ടികളെ ഒരുമിച്ചിരുത്തി അവരെ ഒന്ന് വീക്ഷിക്കണം. ഈ കുട്ടിയുടെ പോക്ക് എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്. അമ്മമാരാണ്, പെൺകുട്ടിയാണെങ്കിൽ അമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. കാരണം കുട്ടിയുടെ റൂമിൽ കയറാനും ഇതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അമ്മയ്ക്കാണുള്ളത്. ആ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അവർ കാണാതെ തന്നെ കയറി ഒന്ന് ചെക്ക് ചെയ്യുക, എന്തൊക്കെയാണ് അവരുടെ മൂവ്മെൻറ്റ്. മൊബൈലുകൾ അവർക്ക് ലോക്കിടാതെ ഉള്ള വഴുത്ത കുട്ടികൾക്ക് ലോക്കിട്ടിട്ടും കാര്യമൊന്നുമില്ല, അവരെങ്ങനെ ഇട്ടാലും കാര്യമായിരിക്കും. എന്നാലും ജസ്റ്റ് വെച്ചാല് ഈ വിരട്ടലും അതൊന്നും വിലപ്പോവില്ല, വിരട്ടലും വിലവേശലും ഒന്നും നടക്കില്ല. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുട്ടി ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി നമ്മൾ വീട്ടിൽ വരുമ്പോഴേ തന്നെ നോട്ടീസ് ചെയ്യണം അവർ സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നത് എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അവരെ ഒരു ഫ്രണ്ട്സ് പോലെ അവരെ മസിൽ പിടിച്ച് ഞാൻ എൻ്റെ അച്ഛനാണ്, ഞാൻ നിന്റെ അമ്മയാണ് എന്നെ പറയുന്ന കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഫ്രണ്ട്സ് പോലെ ആയി അവരിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ ഇത് പരിഹാരം കാണാൻ പറ്റുള്ളൂ. കൂടുതൽ അമ്മയ്ക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത്. ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അമ്മയോടാണ് എല്ലാ കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം. അച്ഛനോട് അങ്ങനെ കൂടുതൽ പറയില്ല. അമ്മയോ സ്നേഹമായിട്ടൊക്കെ പെരുമാറി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ കുറേയൊക്കെങ്കിലും പറയും. മസിൽ പിടുത്തം ഒഴിവാക്കുക. മസിൽ പിടുത്തം കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യമില്ല.
മസിൽ ഇവിടുത്തെ ഒഴിവാക്കി കളഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കുട്ടികളെ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളെ അച്ഛനും അമ്മയും ചേർത്ത് പിടിക്കുക, അവരുടെ കാര്യങ്ങളിലേക്ക് എല്ലാ ദിവസവും അവരിലേക്ക് കടന്നു ചെല്ലുക, അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തുക. അവരെന്തെങ്കിലും ഇങ്ങനെ മോശമായ എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് പോകുന്നുണ്ടെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സ്നേഹമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ചേർത്ത് നിർത്തി അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരെ ബോധവൽക്കരിച്ച് അതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. വിരട്ടിയാലോ അടിച്ചാലോ പിടിച്ചാലോ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചാലോ നെറ്റ് കട്ട് ചെയ്താലോ ഇതൊന്നും പരിഹാരമാവില്ല. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഈ രണ്ട് മാതാപിതാക്കൾക്കും ജോലിയുള്ള കുടുംബങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോ ഒരു അരമണിക്കൂറോ നിങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ഒരു നേരെ പോക്കിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. അത് ഇൻട്രാക്ഷൻ വയ്ക്കുക, നിങ്ങളെ മക്കളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്ത് എല്ലാം ചെയ്ത് വന്നാൽ മാത്രമേ ഇതിന് നമ്മളൊരു സൊസൈറ്റി, നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയോ ഒരു കുടുംബത്തിനോ അല്ല പറയുന്നത്, ഒരു സൊസൈറ്റി നാളെ നേരെ വരണമെങ്കിൽ ഒരു പൗരൻ നേരെ വരണമെങ്കിൽ ഇന്ത്യ നേരെയാവണമെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ അവലോകനമൊക്കെ ഇത്രയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റി. അപ്പം മറ്റൊരു പോഡ്കാസ്റ്റുമായി മറ്റൊരു ദിവസം എല്ലാവർക്കും കാണാം. ശരി.